ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹി സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിൽ എത്തി. കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിലും സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിലേക്ക് മോദി എത്തിയിരുന്നു. യേശു ക്രിസ്തുവിന്റെ പാഠങ്ങൾ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം നൽകുന്നുവെന്ന് മോദി പറഞ്ഞു. കർദിനാൾ പദവി ലഭിച്ച മാർ ജോർജ് കൂവക്കാടിനെ നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള ഒരാൾ ഉന്നത പദവിയിലെത്തുന്നത് സന്തോഷമാണെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. साथियों, अभी मुझे हिज एमिनेंस कार्डिनल जॉर्ज कुवाकार्ड से मिलने का और उन्हें सम्मानित करने का अवसर मिला है. कुछ ही हफ्ते पहले हिज एमिनेंस कार्डिनल जॉर्ज कुवाकार्ड को हिज हॉलिनेस पोप फ्रांसिस के कार्डिनल की उपाधि से सम्मानित किया है. इस आयोजन में भारत सरकार ने केंद्रीय मंत्री जॉर्ज कुरियन के नेतृत्व में आधिकारिक रूप से एक हाई लेवल डेलीगेशन भी वहां भेजा था. അനൂപ് ദാസ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനൂപ്, 2022 ഈസ്റ്റർ ദിനത്തിലും ഇപ്പോൾ 2024 ക്രിസ്മസ് ദിനത്തിലും സേക്രഡ് ഹാർട്ടിലേക്ക് പ്രധാനമന്ത്രി എത്തുകയാണ്. എങ്ങനെയാണ് സേക്രഡ് ഹാർട്ട് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്? അദ്ദേഹത്തിന്റെ ക്രിസ്മസ് ദിന സന്ദേശം എന്താണ്? നമുക്ക് സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിന് തൊട്ട് സമീപത്തുള്ള CBCA ആസ്ഥാനത്തായിരുന്നു ഇന്നത്തെ പരിപാടി. CBCAയുടെ ആസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തുന്നത്. ഈ വേദിയിൽ വെച്ചായിരുന്നു അല്പസമയം മുൻപ് പരിപാടി സംഘടിപ്പിച്ചത്. ഊഷ്മളമായ സ്വീകരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇവിടെ ലഭിക്കുകയുണ്ടായി. അദ്ദേഹത്തെ സ്വീകരിച്ച ശേഷം പൊന്നാട അണിയിച്ച് അതും കഴിഞ്ഞ് അദ്ദേഹം ഇവിടെ ക്രിസ്മസ് സന്ദേശം നൽകി സംസാരിച്ചു. അതിൽ പ്രധാനമന്ത്രി ഏറ്റവും പ്രധാനമായി പറഞ്ഞത് വിദേശത്തുള്ള അല്ലെങ്കിൽ കുടുങ്ങിപ്പോയ ഒരുപാട് ആളുകളെ രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നതിനെ കുറിച്ചാണ്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഗൾഫ് രാജ്യങ്ങളിൽ അതല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലൊക്കെ കുടുങ്ങിപ്പോയ ആളുകളെ തിരിച്ചു കൊണ്ടുവന്നത് അത് ഒരു കടമയായി തന്നെ താൻ ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല, രാജ്യത്തിൻ്റെ പൊതുവികസനത്തെക്കുറിച്ചും അദ്ദേഹം ക്രിസ്മസ് ദിന സന്ദേശത്തിൽ പറഞ്ഞു. ആ പൊതുവികസനത്തിൽ പങ്കാളികളായ ക്രിസ്ത്യൻ സമൂഹത്തിലെ യുവജനങ്ങളെ പ്രത്യേകം പേരെടുത്ത് അഭിനന്ദിക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. സ്ത്രീ ശക്തിയുടെ വളർച്ചയെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. എന്തായാലും പ്രധാനമന്ത്രിയുടെ വരവിനെ CBCA വളരെ പോസിറ്റീവായിട്ടാണ് എടുത്തിട്ടുള്ളത്. അദ്ദേഹം പ്രധാനമന്ത്രി പോയ ശേഷം സംസാരിച്ച ബിഷപ്പുമാർ ഉൾപ്പെടെ പറഞ്ഞ കാര്യം വലിയ സന്തോഷമുണ്ട്. മാത്രമല്ല, മാർപ്പാപ്പയുടെ ഇന്ത്യയിലേക്കുള്ള വരവ് സംബന്ധിച്ച് ഇന്നും കാര്യങ്ങൾ പ്രധാനമന്ത്രി ധരിപ്പിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ വളരെ വൈകാതെ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയും ഇവർ പങ്കുവച്ചു. എന്തായാലും ഊഷ്മളമായ സ്വീകരണമാണ് ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രിക്ക് ലഭിച്ചത്. മറ്റ് വിഷയങ്ങൾ ഒന്നും ചർച്ചയായിട്ടില്ല ഇന്നിവിടെ. ശരി, അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്.